അവിടെ നിന്ന് അങ്ങോട്ട് ഭൂമി ഇല്ല എന്നല്ല പറയുന്നത്, പ്രപഞ്ചമില്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അറബി നോക്കിയാൽ കാണാം മാസിവൻ ബായു. ആലം എന്ന വാചകത്തിന്റെ അർത്ഥം മാസിവൻ ബായു. അല്ല എല്ലാത്തതൊക്കെ പ്രപഞ്ചത്തിൽപ്പെട്ടതാ, അല്ല പ്രപഞ്ചത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് അള്ളാനെ എവിടെയും തെരഞ്ഞാൽ കാണാത്തത്. ഇവിടെയുള്ള വസ്തുവിനെ നോക്കിയാൽ ഇവിടെ കാണും. അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ പെട്ട വസ്തുവല്ല, അള്ളാഹു പ്രപഞ്ചത്തിന്റെയും അപ്പുറത്ത് ആവാഹിച്ചു നിൽക്കുന്ന അചയ്യനായ ശക്തിയാണ്. അതുകൊണ്ടാണ് നിരീശ്വര യുക്തി ഭൗതികവാദികൾക്ക് അള്ളാഹനെ ഇവിടെ തന്നെ കാണാനില്ല. അള്ളണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ, അവിടെ മറ്റോടത്തുണ്ടോ തന്നിട്ട് കാര്യമുണ്ടോ? അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയല്ല, മാസിവൽ ബാരി. അല്ല എല്ലാത്ത എല്ലാത്തിനും പറയുന്ന പേരാണ് പ്രപഞ്ചം. അപ്പോ ഏഴാനാകാശത്തിന്റെ അറ്റം അതാ സിദ്റത്തുൽ മുൻതഹ. ഏതുപോലെ ഈ റോഡ് ഇങ്ങനെ പോയി കാസർഗോഡ് കഴിഞ്ഞ് മഞ്ചേശ്വരം കഴിഞ്ഞ് ഒസങ്കല് കഴിഞ്ഞ് അങ്ങ് പോയാൽ തലപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തലപ്പാടി ഒരു പാലം, അപ്പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ആ തലപ്പാടി പാലം അങ്ങോട്ട് പറഞ്ഞാൽ സ്റ്റേറ്റ് മാറി കർണാടക. പാലത്തിന്റെ ഒരറ്റം കേരളവും ഒരറ്റം കർണാടക. ഇത് കേരള കർണാടക ചെക്ക് പോസ്റ്റ. ഇനി കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ വാളയാറ് പാലം അങ്ങോട്ട് കടന്നാൽ തമിഴ്നാട് കേരളം ബോർഡറാണ്. ഇനി രാജസ്ഥാനിൽ ചെന്നാൽ ജമ്മു കാശ്മീരിന്റെ ബോർഡറിൽ ചെന്നാൽ വാഗ എന്ന് പറഞ്ഞൊരു അതിർത്തിയുണ്ട്. ആ വാഗ പാകിസ്ഥാന്റെ ഇന്ത്യയുടെയും അതിർത്തി ആ ചെക്ക് പോസ്റ്റാ. ഇതൊക്കെ രാജ്യങ്ങള്, സ്റ്റേറ്റുകള്, രാഷ്ട്രങ്ങള് തമ്മിലുള്ള ചെക്ക് പോസ്റ്റാണ്. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ ചെക്ക് പോസ്റ്റാണ് സിദ്റത്തുൽ മുൻതഹ. അവിടെ എത്തിയപ്പോഴാണ് മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയ ജിബ്രീൽ ബുറാഖ് എന്ന വാഹനത്തെ സിദ്റത്തുൽ മുൻതഹ അടുത്തിറക്കിയിട്ട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ചെക്ക് പോസ്റ്റാണ്. അവിടുന്ന് അങ്ങോട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഒരു സൃഷ്ടിക്കും ഇന്ന് വരെ പ്രവേശനം കൊടുക്കാത്ത സ്ഥലമാണ്. അമ്പിയാക്കളെന്നല്ല, ഔലിയാക്കളെന്നല്ല, മലായിക്കത്തെന്നല്ല, ആരും സിദ്റത്തുൽ മുൻതഹ വിട്ടുകടന്നവരില്ല. സാക്ഷാൽ ജിബ്രീൽ എന്ന മലക്കിന് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ വെച്ച് ജിബ്രീൽ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പോകുകയാണ്, അസ്സലാമു അലൈക്കും. തിരിഞ്ഞോക്കുമ്പോ ജിബ്രീലിനെ കാണാനില്ല, ബുറാഖ് എന്ന് പറയുന്ന വാഹനവുമില്ല. ഒറ്റക്ക് നിൽക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് സിദ്റത്തുൽ മുൻതഹ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറത്തുനിന്ന് ദൈവന്നത്. ഞാനാണ് അല്ലാഹു മുഹമ്മദ് നബിയേ. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുള്ള അല്ലാഹുവിന്റെ റസൂല് പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് കടന്നു വലയം ഭേദിച്ചു, പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ചരിച്ചു. അല്ലാഹുവിനെ നേരിട്ട് കണ്ടു. കാണാനുള്ള പവർ അല്ലാഹു റസൂലുള്ളാഹിക്ക് കൊടുത്തു. അതിനുള്ള കണ്ണല്ലാഹു കൊടുത്തു. അതിനുള്ള ശരീരം അല്ലാഹു കൊടുത്തു. അതിനുള്ള ആർജവം അല്ലാഹു കൊടുത്തു. മൂസാ നബിക്ക് കൊടുത്തുള്ളതാണ് മൂസാ നബി തലകറങ്ങി നടത്തുന്നത്. മൂസാ നബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലാഹുവിനെ കാണണമെന്ന്. തൂർ സിനാ പർവ്വതത്തിന്റെ മറുഭാഗത്ത് വന്നപ്പോൾ അല്ലാഹുവിനെ കാണാമെന്ന് മൂസാ നബി ബോധം കെട്ട് വീണുപോയ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. അല്ലാഹുവാകുന്ന തമ്പുരാനെ ആവാഹിക്കാൻ, അല്ലാഹുവിനെ കാണാൻ ഈ ദുനിയാവിന് സാധ്യമല്ല. പ്രപഞ്ചം അതിന് പോരാ, ഭൂമി അതിന് പോരാ, ചന്ദ്രൻ അതിന് പോരാ, സൂര്യൻ അതിന് പോരാ, ചൊവ്വ അതിന് പോരാ. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് റസൂലുള്ളാഹിനെ വിളിച്ചു വരുത്തി അല്ലാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കൊണ്ടുപോയി അല്ലാഹുവിനെ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. റസൂൽ മുൻതഹയിലെത്താൻ ഒരു സയന്റിസ്റ്റിനും കഴിയില്ല, ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല. കാരണം അത് അല്ലാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. അവിടേക്ക് കയറിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് താജുൽ അംബിയായി മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കൂ, ലോകത്തെ എല്ലാ പുരോഗതിയും അല്ലാഹു അമ്പിയാക്കളിലൂടെ കൊണ്ടുവന്ന് സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്തത്
കാറ്റിനോടൊരാൾക്ക് സഞ്ചാരം നടത്താനുള്ള കഴിവാണ്. സുലൈമാൻ നബിക്ക് അല്ലാഹു ഉറുമ്പിന്റെ സംസാരം കേൾക്കാനുള്ള കഴിവ് കൊടുത്തു. ജീവജാലങ്ങളുടെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തു. യൂസുഫ് നബിക്ക് അല്ലാഹു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവാ കൊടുത്തത്. അതുകൊണ്ടാണ് യൂസുഫ് നബിയുടെ പേര് ഖുർആനിൽ വന്നത്. റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽകി വഅല്ലംതനീ മിൻ തഹ്ബീലിൽ ഹദീസ്. കണ്ടാ, വഅല്ലംതനീ മിൻ തഹ്ബീലിൽ ഹദീസ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാനുള്ള കഴിവ് യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തു. ദാവൂദ് നബിക്കോ ലോകത്താദ്യമായി പടക്കോപ്പ് നിർമ്മാണം ആരംഭിക്കുന്നത് അമേരിക്കയല്ല, റഷ്യയല്ല, ചൈനയല്ല, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം. അതുപോലെ ആദ്യമായി പടായുധം നിർമ്മിക്കുന്നത് ദാവൂദ് നബിയാണ്. ദാവൂദ് നബിയുടെ മുമ്പ് ഈ ലോകത്ത് ആരും വാളും കത്തിയും പരിചയ ആയുധവും നിർമ്മിച്ചിട്ടില്ല. അപ്പൊ ആയുധ നിർമ്മാണത്തിന്റെ തുടക്കം അല്ലാഹു പ്രവാചകനിലൂടെയാ കൊണ്ടുവന്നത്. അത് ദാവൂദ് നബിയാ. ലോകം മുഴുവൻ അടക്കി ഭരിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാമാ. കണ്ട, ഇങ്ങനെ ഏത് കാര്യമുണ്ടോ അതൊക്കതിനെ മുറിച്ച് അല്ലാഹു അമ്പിയാക്കൾക്ക് കൊടുത്തു. പിന്നീട് നോക്ക്, അതിന്റെ ശാഖകൾ, ശാസ്ത്രീയതയുടെ ശാഖകൾ അല്ലാഹു ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അധികാരം നൽകിയത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കാണ്. അതിൽ ഒന്നാം നമ്പറുകാരനാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മനാദിൽ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. ഈ ലോകം ഉണ്ടായ കാലം മുതൽ 2010 ഇന്ന് ഫെബ്രുവരി 15-ാം തീയതി അവസാനിച്ച് 16-ാം തീയതിയിലേക്ക് കിടക്കാൻ പോലെ ഇതുകൂടി പറഞ്ഞു നിർത്തി എല്ലാവരും ശ്രദ്ധിച്ചിട്ടേക്കാം. ഈ ഫെബ്രുവരി 15 കഴിഞ്ഞ് 16-ലേക്ക് കിടക്കുന്ന 2010 ഈ ദിവസം വരെ ലോകം ഉണ്ടായിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ 20 കോടി വർഷമായെന്നാണ് ഒരു കണക്ക്. 20 കോടി അള്ളാഹുവാലം നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരു കറക്റ്റ് കണക്ക് പറയാൻ ആർക്കും ഇതുപോലെ പറ്റിയില്ല. ഓരോരുത്തരും ഓരോ മുഹമ്മദ് ഹയ്യൂലാത്തൊക്കെ കൂട്ടിക്കീച്ച് അടിച്ച് അവനങ്ങ് തോന്നിയത് പറയാ. 20 കോടി എന്ന് പറഞ്ഞാൽ അല്ല 22 കോടി എന്ന് പറയാൻ ഒരാൾക്ക് ധൈര്യം വേണ്ടേ? അണ്ണാക്ക് തൊടാതെ അത് വിഴുങ്ങിയല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പറയും. ശാസ്ത്രാങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. ഇന്ന് പറഞ്ഞ നാളെ മാറ്റും, നാളെ പറഞ്ഞ് മറ്റന്നാ മാറ്റും, മറ്റന്നാ പറഞ്ഞ് പിറ്റന്നാ മാറ്റും. ഇസ്ലാമിന് മാറ്റില്ല. അത് അല്ലാഹു പറഞ്ഞത് ലോകാവസാനം വരെ അങ്ങനെ തന്നെ. അപ്പൊ ലോകം ഉണ്ടായിട്ട് ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ 2010 ഫെബ്രുവരി 15-ാം തീയതിയുടെ ഇന്നത്തെ രാത്രി വരെ ഈ ലോകത്ത് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? വിമാനല്ല, കപ്പലല്ല, ഇന്റർനെറ്റല്ല, മൊബൈലല്ല, കമ്പ്യൂട്ടറല്ല, പിന്നെന്താ? റൂഹിനെ കണ്ടെത്തി മനുഷ്യൻ. റൂഹ് എവിടെ? നിങ്ങളാ കോഴിക്കോട് സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് ഒരു ഷീറ്റിൽ എഴുതി കൊടുക്കാം, എന്റെ റൂഹിനെ ഒന്ന് സ്കാൻ ചെയ്ത് തരണം. ഒരു MRI, റൂഹിന്റെ ഒരു MRI, അത് റൂഹിന്റെ ഒരു CT. അവിടെ ചെന്നിരിക്കണ റേഡിയോളജിസ്റ്റ് പറയും, ഏതാ വട്ടുപിടിച്ച കേസ് ഓടോ കുതിരവട്ടത്തുനിന്ന് ഇറങ്ങിപ്പോന്നു റൂഹിന്റെ സ്കാനിങ് കുടവ്. എന്റെ തലയുടെ ഒരു സീറ്റ് വേണം പറഞ്ഞെടുത്തു വരും, എന്റെ ചെസ്റ്റിന്റെ ഒരു സീറ്റ് വേണം പറഞ്ഞെടുത്തു വരും, എന്റെ ഫുൾ ബോഡി സ്കാനിങ് MRI വേണമെന്ന് പറഞ്ഞാൽ തരും. പക്ഷേ റൂഹിന്റെ ഉണ്ട്. എന്നാ സ്കാനിങ്ങിന് കിട്ടോ? ഇല്ല. എക്സ്റേയിൽ കിട്ടോ? ഇല്ല. ബ്ലഡ് ചെയ്താൽ കിട്ടോ? ഇല്ല. റൂഹ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകലാണ് മരണം. മരണം എന്ന് പറഞ്ഞാൽ നാശം എന്നർത്ഥമില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു ചാടലാണ് മരണം. മരണത്തിന് എല്ലാവരും അങ്ങനെ തന്നെ അർത്ഥം പറഞ്ഞത്. അപ്പൊ റൂഹുണ്ട്. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അൽ-ബഖറ സൂറത്തിൽ നോക്കിയാൽ കാണാൻ, നബിയെ ഈ മക്കക്കാഫിരീങ്ങൾ നിങ്ങളെ ഹലാക്കാക്കാൻ പല പല ചോദ്യമായിട്ട് വരും. യസ്അലൂനക അനിൽ അഹില്ല, മാസത്തെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും. ഇതാ റബീഉൽ അവ്വൽ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്, അങ്ങനെ ഓരോ മാസം ഉണ്ടല്ലോ. ഇതെന്തിനാന്ന് ചോദിക്കും. അപ്പൊ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് ജനങ്ങൾക്ക് സമയമറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ളൊരു ഉപാധിയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. വീണ്ടും പറഞ്ഞു,
അബൂജാഹിലിന്റെ ആൾക്കാർ കുത്തിത്തിരിപ്പി ഓതിയിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. പെണ്ണുങ്ങൾക്ക് എന്തിനാണ് ഈ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? ആണുങ്ങൾക്ക് ഈ സൂക്കടിച്ചല്ലോ, പെണ്ണുങ്ങൾക്കാലോ ഈ സൂക്കട്, ഇതെന്തിനാ ആണുങ്ങൾക്ക് ഇല്ലാത്തത്, എന്തിനാ പെണ്ണുങ്ങൾക്ക് എന്നൊരു ചോദ്യം വരും. നബിയേ, അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, പെണ്ണുങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. അയില സമയത്ത് അവരുമായി സംസ്കർക്ക ബന്ധം പാടില്ല. ഒരു പെണ്ണിന് മെൻസസുള്ള സമയത്താരെങ്കിലും അവളോട് ശാരീരിക ബന്ധം നടത്തിയാൽ അതിലുണ്ടാകുന്ന കുട്ടി മന്ദബുദ്ധിയായി തീരുമെന്ന് കാല റസൂലുള്ളാഹി